റോബറി നടന്ന എല്ലാ സ്ഥലങ്ങളും ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഹൈ പ്രൊഫൈൽ പ്ലേസസ് ആണ്. കൂടാതെ ഒരു തെളിവും ബാക്കി വെച്ചിട്ടില്ല. ഒരു ടെസ്റ്റുമുണ്ട്. എല്ലാ സ്ഥലത്തും പോലീസ് ഫോഴ്സ് ഉണ്ടായിരുന്നു. ഇൻട്രസ്റ്റിംഗ് എന്താണെന്ന് വെച്ചാൽ എല്ലാ സ്ഥലത്തും 2 മോഷണവും നടന്നിരുന്നു. അതായത് അവർ ഡൈവേർട്ട് ചെയ്യുകയായിരുന്നു. ആദ്യം ചെറിയ മോഷണം, തുടർന്ന് വലുത്. അങ്ങനെയല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. അവർ സൂത്രശാലികളാണ്. നന്നായി പ്ലാൻ ചെയ്തിരിക്കുന്നു. മെഹുൽ ബൈക്കോയെ വിളിക്കുന്നു. ബൈക്കോ ഡിറ്റക്റ്റീവ് സൊസൈറ്റിയിലെ ഒരു സീക്രട്ട് ഏജന്റ് ആണ്. അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ ന്യൂസ് വൈറലാക്കുന്നതിൽ എക്സ്പേർട്ടാണ്. ബൈക്കോ, ഈ ന്യൂസ് വൈറലാക്ക്. ഇന്ന് മ്യൂസിയത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ 5000 വർഷം പഴക്കമുള്ള വിഗ്രഹം പ്രദർശിപ്പിക്കാൻ പോകുന്നുവെന്ന്. കാര്യം കേട്ടതും ബൈക്കോ ന്യൂസ് ഷെയർ ചെയ്യുവാൻ തുടങ്ങുന്നു. അവർ വീണ്ടും ഡൈവേർഷൻ പ്ലാൻ ചെയ്യും. പക്ഷേ നമ്മുടെ ശ്രദ്ധ മുഴുവൻ വിഗ്രഹത്തിലായിരിക്കണം. ഇന്ന് മ്യൂസിയത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ 5000 വർഷം പഴക്കമുള്ള പ്രതിമ പ്രദർശിപ്പിക്കുന്നു. 3 പേരും മ്യൂസിയം സ്റ്റാഫിന്റെ വേഷത്തിൽ അവിടെ എത്തുന്നു. കാമോവ് CCTV റൂമിൽ കള്ളന്മാരെ ട്രേസ് ചെയ്യുവാൻ തുടങ്ങുന്നു. മെഹുലും വാഞ്ചിരവും മ്യൂസിയത്തിനുള്ളിൽ കറങ്ങുന്നു. പെട്ടെന്ന് ലൈറ്റ് ഓഫ് ആകുന്നു. മ്യൂസിയത്തിന്റെ മുകളിലെ ഫ്ലോറിൽ നിന്ന് ശബ്ദം കേൾക്കുവാൻ തുടങ്ങുന്നു. കള്ളൻ, കള്ളൻ! ലോജിക്കൽ ആർമി, ചിന്തിച്ച് എന്നോട് പറയൂ, മെഹുലും വാഞ്ചിരവും പെട്ടെന്ന് മുകളിലേക്ക് പോകേണ്ടതുണ്ടോ? ഇതൊരു ഡൈവേർഷനാണ്. 100% ഉറപ്പാണ് കള്ളൻ ഇവിടെ തന്നെയുണ്ട്. മെഹുൽ അടുത്തുള്ള വസ്തുക്കളെല്ലാം നന്നായി ഒബ്സർവ് ചെയ്യുന്നു. അപ്പോൾ അവന്റെ ശ്രദ്ധ ഒരു നിഴലിൽ പതിക്കുന്നു. മെഹുൽ പതുങ്ങി പതുങ്ങി അയാളെ ഫോളോ ചെയ്യുന്നു. അപ്പോൾ കാമോവ് CCTVയിൽ കള്ളന്മാരെ തിരയുവാൻ ശ്രമിക്കുകയാണ്. അവൾക്ക് 2 പേരെ കണ്ട് സംശയം തോന്നുന്നു. നിങ്ങൾക്ക് ഈ CCTV ഫുട്ടേജ് കണ്ട് പറയുവാൻ സാധിക്കുമോ അവർക്ക് ആരെയാണ് സംശയം തോന്നിയതെന്ന്? ചിന്തിക്കൂ ലോജിക്കൽ ആർമി. രണ്ടുപേരുടെയും കയ്യിൽ സെയിം ബ്രീഫ് കേസ് ഉണ്ട്. 2 പേരും ഗ്ലൗസ് ധരിച്ചിട്ടുമുണ്ട്. കാമോവ് പെട്ടെന്ന് വാഞ്ചിരുവിനെ ഇത് ഇൻഫോം ചെയ്യുന്നു. മാം, ഞാൻ നിങ്ങളോടൊപ്പം ഒരു സെൽഫി എടുത്തോട്ടെ? ആലിയ, ആദ്യം കേസ് ഡിസ്കസ് ചെയ്യാം. ഞാൻ കുറച്ചു നേരമായി വെനം വെബിനെ ട്രാക്ക് ചെയ്യുവാൻ ശ്രമിക്കുകയാണ്. പക്ഷേ മനസ്സിലാകുന്നില്ല അവരുടെ ലൊക്കേഷൻ എവിടെയെന്നും എവിടെ നിന്നാണ് ഓപ്പറേറ്റ് ചെയ്യുന്നതെന്നും അതുപോലെ ലീഡർ ആരെന്നും. ഈ ഗ്യാങ് വളരെ ഡേഞ്ചറാണ്. ഏയ്, നിങ്ങൾ എന്തുകൊണ്ടാണ് ബാഡ് ഗേൾസ് ആകാത്തത്? എപ്പോഴും ഗുഡ് ഗേൾസ് മാത്രം എന്താണ് വില്ലന്മാരെ അടിക്കുന്നത്? എനിക്കൊന്നും പിടികിട്ടുന്നില്ല. പക്ഷേ ബാഡ് ഗേൾസ് ക്യാൻ ക്യാച്ച് ദ പീപ്പിൾ. ഏയ്, കൊള്ളാമല്ലോ സോയ. ബാഡ് ഗേളോ? ആലിയ, ഫോക്കസ്. അപ്പോൾ നിക്കോസിക്ക് ഒരു കോൾ വരുന്നു. മാം, വെനത്തിന്റെ ഷിപ്പ് കണ്ടുപിടിച്ചു കോസ്റ്റൽ ഏരിയയിൽ. അവർ വീണ്ടും രക്ഷപ്പെട്ടു. മാം, നിങ്ങൾക്കറിയാമോ ചിലന്തിയും വെനം വെബും തമ്മിൽ എന്താണ് സാമ്യമുള്ളതെന്ന്? ചിലന്തി വല വിരിക്കുന്നു, പക്ഷെ സ്വയം അതിൽ കുടുങ്ങാറില്ല. കുടുക്കാറാണുള്ളത്. അതുപോലെ വെനം വെബ് വല വിരിച്ചിരിക്കുന്നു. അതിൽ നമ്മൾ കുടുങ്ങുകയാണ്. നോക്കാം നീ എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്ന്. കിട്ടിപ്പോയി. ഇനി നീ എങ്ങനെ രക്ഷപ്പെടുമെന്ന് നോക്കാം. നീയാണല്ലേ മിസ്റ്റർ കള്ളൻ? നിന്റെ കളി ഇന്നോടെ തീർന്നു. ഹെഡ് ഓഫീസ്, ഇതാ നിങ്ങളുടെ കള്ളൻ. ലൊക്കേഷനും വിഷ്വൽ കൺഫർമേഷനും അയക്കുന്നു. സസ്പെക്ട് നിലവിൽ ചാന്ദിനി ചൗക്ക് മാർക്കറ്റിലുണ്ട്, സൗത്ത് വെസ്റ്റ് കോർണറിൽ, നിയർ ദി ഓൾഡ് ഫൗണ്ടൻ. ഫുൾ സർവേലൻസ് ആക്സസ് എനേബിൾ ഫോർ യുവർ ടീം. പെട്ടെന്നാവട്ടെ ടീം, അവനെ പിടിക്കുവാനുള്ള ഒരു നല്ല ചാൻസ് ആണ്. സൗത്ത് ആഫ്രിക്കയിൽ ഇല്ലീഗൽ ആക്ടിവിറ്റി കൂടി വരികയായിരുന്നു. പക്ഷേ അതിനു പിന്നിൽ ആരാണെന്ന് ആർക്കും മനസ്സിലായിരുന്നില്ല. ഒരു ദിവസം രാത്രി ഡേവിഡ് ബോർഡർ ക്രോസ് ചെയ്യുകയായിരുന്നു. ആഫ്രിക്കൻ പോലീസ് അവന്റെ കാർ പരിശോധിക്കുന്നു. പക്ഷേ ഒന്നും തന്നെ കിട്ടിയില്ല. അടുത്ത ദിവസം ഡേവിഡ് വീണ്ടും ബോർഡർ ക്രോസ് ചെയ്യുന്നു. ആഫ്രിക്കൻ പോലീസിന് അപ്പോഴും ഒന്നും കിട്ടിയില്ല. ഡേവിഡ് എല്ലാ ദിവസവും ബോർഡർ ക്രോസ് ചെയ്യുമായിരുന്നു. അവൻ ഉറപ്പായും എന്തോ കുഴപ്പം ചെയ്യുന്നുണ്ട്. പക്ഷേ അയാളുടെ കാറിൽ നിന്ന് ഒന്നും തന്നെ കിട്ടിയിരുന്നില്ല. ലോജിക്കൽ ആർമി, ഡേവിഡിന്റെ കാർ നോക്കി നിങ്ങൾക്ക് പറയുവാൻ സാധിക്കുമോ നിങ്ങൾക്ക് എന്തെങ്കിലും ഹിന്റ് ലഭിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന്? ശ്രദ്ധിച്ചു നോക്കൂ, കാർ ദിവസവും മാറ്റിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ പിന്നിലുള്ള ടയർ എന്നും ഒരേ കമ്പനിയുടേതാണ്, ഒരുപോലെയുള്ളത്. അതെങ്ങനെ ശരിയാകും? ഡേവിഡ് ടയറിന്റെ ഉള്ളിൽ എന്തോ ഒളിപ്പിച്ചിട്ട് സ്മഗ്ലിംഗ് നടത്തുകയാണ്. പക്ഷേ ആഫ്രിക്കൻ പോലീസിന് അവനെ പിടിക്കുവാൻ സാധിക്കുന്നില്ല. പാകിസ്ഥാനിൽ മെഹദി ഷെയ്ഖിന് ഡേവിഡിനെ കുറിച്ചുള്ള വിവരം ലഭിക്കുന്നു. ഡേവിഡ് വലുതായി എന്തോ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അവന്റെ പക്കൽ ഉറപ്പായും എന്തോ ആയുധമുണ്ട്. നമുക്കത് മോഷ്ടിക്കണം. മെഹദി ഷെയ്ഖ് ജാങ്കോയോട് സൗത്ത് ആഫ്രിക്കയിൽ ഡേവിഡിനെ നിരീക്ഷിക്കുവാൻ പറയുന്നു.
എന്റെ പ്ലാനിനെ കുറിച്ച് ആരും അറിഞ്ഞു എന്ന് തോന്നുന്നു. ഇവിടെ നിന്ന് പെട്ടെന്ന് തന്നെ പോകണം. ഇവൻ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുവാൻ പോകുന്നില്ല. അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഡേവിഡ് ഒരു റെസ്റ്റോറന്റിന്റെ മുന്നിലെത്തുന്നു. ഡേവിഡ് ഗാർഡിനെ ഒരു കാർഡ് കാണിക്കുന്നു. എന്നിട്ട് അകത്തേക്ക് കയറുന്നു. ജാങ്കോ അത് കാണുന്നു. പക്ഷേ ഗാർഡ് ജാങ്കോയെ അകത്തേക്ക് കടത്തിവിടുന്നില്ല. ജാങ്കോ ഡേവിഡിനെ വെയിറ്റ് ചെയ്ത് അവിടെ തന്നെ നിൽക്കുന്നു. പതിയെ പതിയെ ആളുകൾ പുറത്തേക്ക് വരുവാൻ തുടങ്ങുന്നു. കുറച്ചു കഴിഞ്ഞ് റെസ്റ്റോറന്റ് ക്ലോസ് ചെയ്യുന്നു. നിങ്ങൾക്ക് ഈ സീൻ കണ്ടിട്ട് പറയുവാൻ സാധിക്കുമോ ഡേവിഡ് അവിടെ ഉണ്ടോ ഇല്ലയോ എന്ന്? ഈ പെൺകുട്ടിയെ ശ്രദ്ധിച്ചു നോക്കൂ. ഇത് ഡേവിഡാണ്. അവൻ ആൾമാറാട്ടം നടത്തിയിരിക്കുന്നു. ഇന്ന് ഡേവിഡ് ഇവിടെ നിന്നും രക്ഷപ്പെട്ടു. അപ്പോൾ ഡിറ്റക്റ്റീവ് സൊസൈറ്റിയിലേക്ക് ഒരു വാർത്ത എത്തുന്നു. നിക്കോസി ആലിയയോടൊപ്പം സൗത്ത് ആഫ്രിക്കയിൽ ഡേവിഡിനെ തിരയുകയാണെന്ന്. ആലിയ, ഡേവിഡ് വളരെ സൂത്രശാലിയാണെന്നുള്ളൊരു വിവരം ലഭിച്ചു. അവൻ ആൾമാറാട്ടം നടത്താറുണ്ട്. അവൻ ഏതു രൂപത്തിൽ മുന്നിൽ വരുമെന്ന് പറയുവാൻ തന്നെ സാധിക്കില്ല. ഇനി നമ്മൾ അയാളെ എങ്ങനെ പിടിക്കും? നോക്കൂ, ഇതാണ് നമുക്ക് അവസാനം ലഭിച്ച അയാളുടെ ചിത്രം. അവനെ നമ്മൾ പിടിച്ചിരിക്കും. അവിടെ ജാങ്കോയും അയാളുടെ ആളുകളും ഡേവിഡിനെ തിരയുകയായിരുന്നു. പിടിക്കവനെ, ദാ പോകുന്നു ഡേവിഡ്. ജാങ്കോയും കൂട്ടുകാരും ഡേവിഡിന്റെ പിന്നാലെ ഓടുന്നു. ഓടി ഓടി 3 പേരും ഡേവിഡിന്റെ താവളത്തിലെത്തുന്നു. ഒടുവിൽ നീ എന്റെ കയ്യിലെത്തി. ജീവൻ വേണമെങ്കിൽ ഇവിടെ നിന്ന് നീ ഓടി രക്ഷപ്പെട്. നിനക്കും നിന്റെ ജീവൻ വേണ്ടെന്ന് തോന്നുന്നുവല്ലോ. വേഗം പറഞ്ഞോ, സാധനം എവിടെ? 3 ടയറിനുള്ളിൽ ഒരു ടയറിൽ സാധനമുണ്ടെന്ന് ഡേവിഡ് അവരോട് പറയുന്നു. അയ്യോ, എന്താ സംഭവിച്ചത്? ബോസ്, ഡേവിഡ് രക്ഷപ്പെട്ടു. കുഴപ്പമില്ല, അവന് വീണ്ടും നമ്മൾ പിടിക്കും. നോക്കാം ഈ ടയറിനുള്ളിൽ എന്താണുള്ളതെന്ന്. ലോജിക്കൽ ആർമി, ഇവിടെ 3 ടയറുണ്ട്. നിങ്ങൾക്ക് പറയാമോ കള്ളക്കടത്ത് സാധനം ഏത് ടയറിലാണുള്ളതെന്ന്? എ, ബി ഓർ സി? ഈ ടയർ വളരെ കനം കുറഞ്ഞതാണ്. ഇത് പൊട്ടിയ ടയറാണ്. ഉറപ്പായും ഈ ടയറിലായിരിക്കും ഉണ്ടാവുക. ടയർ കട്ട് ചെയ്ത് നോക്കിയപ്പോൾ അതിനുള്ളിൽ കരിമരുന്നായിരുന്നു. ബോസിന് വലിയ സന്തോഷമാകും. ഇത്രയും കരിമരുന്നു. അവൻ വീണ്ടും ടയർ മുറിക്കുവാൻ തുടങ്ങുന്നു. കരിമരുന്ന് കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരുന്നു ടയർ. അവൻ എന്തിനായിരിക്കും ഇത്രയും കരിമരുന്ന് സൗത്ത് ആഫ്രിക്കയിലേക്ക് കൊണ്ടുവന്നത്? എന്തായിരിക്കും അവന്റെ പ്ലാൻ? നിക്കോസിയും ആലിയയും ഡേവിഡിനെ കണ്ടുപിടിക്കുന്നു. ഹേയ്, വേഗം പറഞ്ഞോ, എന്താ നിന്റെ പ്ലാൻ? ഇനി നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ സാധിക്കില്ല. കാരണം എന്റെ പ്ലാൻ ഫെയിലായി. പക്ഷേ അവന്റെ പ്ലാൻ അങ്ങനെയല്ല. അവന്റെയോ? ആരുടെ? വേഗം വേഗം എല്ലാം പറഞ്ഞോ, അല്ലെങ്കിൽ ഉണ്ടല്ലോ മുഖമിടിച്ചു പരത്തിക്കളയും ഞാൻ. എന്റെ കരിമരുന്ന് മുഴുവനും ജാങ്കോയുടെ പക്കലാണിപ്പോൾ. അവൻ വെനം വെബിന്റെ ആളാണ്. അവൻ എന്തോ വലുതായി പ്ലാൻ ചെയ്യുന്നുമുണ്ട്. ഡേവിഡ് തന്റെ താവളത്തിന്റെ ലൊക്കേഷൻ നൽകുന്നു. നിക്കോസിയും ആലിയയും അവിടേക്ക് എത്തുന്നു. പക്ഷേ അവിടം കാലിയായിരുന്നു. ഡേവിഡിനെ ജയിലിലാക്കുന്നു. നിക്കോസിയും ആലിയയും ആദ്യോടൊപ്പം ചേർന്ന് ഷിപ്പ് ട്രാക്ക് ചെയ്യുവാൻ തുടങ്ങുന്നു. അവിടെ മെഹുൽ നിഴലിനെ പിന്തുടരുകയായിരുന്നു. കള്ളന്മാർ വിചാരിച്ചത് അവർ സൗത്ത് ആഫ്രിക്കൻ പോലീസിനെ കൺഫ്യൂസ് ചെയ്തുവെന്നാണ്. പക്ഷേ അവർക്ക് അപ്പോഴും മനസ്സിലായില്ല ഇന്ന് അവർ നേരിടേണ്ടത് ഡിറ്റക്റ്റീവ് മെഹുലിനെയാണെന്ന്. മെഹുൽ ഷാഡോയെ പിന്തുടർന്ന് പോകുന്നു. അയാൾ ഇലക്ട്രിസിറ്റി ഓഫ് ചെയ്യുവാൻ പോവുകയായിരുന്നു. മെഹുൽ അയാളെ പിടിക്കുന്നു. അവരുടെ പ്ലാനും ഫെയിലാകുന്നു. ക്യാമോവ് വാഞ്ചിരുവിന്റെ സഹായത്തോടെ കള്ളന്മാരുടെ അടുത്തേക്ക് എത്തുന്നു. അവർ പവർ പോകുവാൻ കാത്തിരിക്കുകയായിരുന്നു. പക്ഷേ അവരറിഞ്ഞില്ല ഡിറ്റക്റ്റീവ് മെഹുൽ അവരുടെ പ്ലാൻ പൊളിച്ചുവെന്ന്. ക്യാമോവ് അവരെ പിടിക്കുന്നു. മുഴുവൻ ഗ്യാങ്ങും പിടിയിലാകുന്നു. അവിടെ സൗത്ത് ആഫ്രിക്കൻ പോലീസ് ഡേവിഡിനെ ചോദ്യം ചെയ്യുകയായിരുന്നു. പെട്ടെന്ന് അവിടെ മുഴുവൻ പുക കൊണ്ട് നിറയുന്നു. പുക പോയപ്പോൾ പോലീസിന്റെ അടുത്ത് ഡേവിഡിന് പകരം മറ്റൊരു പോലീസുകാരനായിരുന്നു. ഡേവിഡ് വേഷം മാറി പോലീസിനെ കബളിപ്പിച്ച് അവിടെ നിന്നും കടന്നു കളയുന്നു. കോശി ഇക്കാര്യം മെഹുലിനെ അറിയിക്കുന്നു. സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഒരുപാട് കരിമരുന്ന് മിസ്സിംഗ് ആണെന്ന്. കെനിയയിൽ നിന്ന് ഫേസ് ചേഞ്ച് ചെയ്യുന്ന മാസ്ക് മോഷ്ടിക്കുവാൻ ശ്രമം നടന്നു. സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് കരിമരുന്ന് മോഷണം. ആരായിരിക്കും ഇതിന് പിന്നിൽ? ആരായിരിക്കും ഇതൊക്കെ ചെയ്യുന്നത്? ലോജിക്കൽ ആർമി, കാണാം നമുക്ക് അടുത്ത എപ്പിസോഡിൽ.